ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തത് ഒരു ഫുൾ ഡേ വ്ളോഗാണ്. ഞാൻ കുറേ ആയിട്ടാ ഇതുപോലത്തെ ഒരു ഫുൾ ഡേ വ്ളോഗെല്ലാം അപ്ലോഡ് ആക്കിയിട്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ മാഷാ അല്ലാഹ് എൻ്റെ മോൾക്ക് 2 വയസ്സാകുന്ന അന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ 2 വയസ്സ് ആവുന്നതിൻ്റെ ബർത്ത്ഡേൻ്റെ അന്നെടുത്ത് രാവിലെ തൊട്ടേ ഉള്ള ഒരു വ്ളോഗാണ്. അപ്പോൾ ഇതാ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇതാ പിന്നെ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അങ്ങനെ വെറുതെ അങ്ങനെ മുടിയെല്ലാം കെട്ടി ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ബർത്ത്ഡേ അല്ലെങ്കിലും ഞാൻ ഇടയ്ക്ക് എനിക്ക് മൂടുള്ള ദിവസമെല്ലാം രാവിലെ ഇങ്ങനെ മുടിയെല്ലാം കെട്ടി മഞ്ചാക്കി കൊടുക്കും കേട്ടോ. അതൊരു അരമണിക്കൂറേ കാണുള്ളെങ്കിലും അങ്ങനെയെല്ലാം കെട്ടിക്കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് അത്രയേ ഉള്ളൂ. പിന്നെ ഇതാ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. ഇപ്പോൾ ഫുഡ് അരിപ്പത്തിലും ചിക്കൻ കറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ അരിപ്പത്തിൽ അങ്ങനെ രാവിലെ ആക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. കുറവ് നല്ല ആക്കലേ ഇല്ല. നമുക്കായിരിക്കും രാവിലെ തന്നെ അരിപ്പത്തിൽ തിന്നാൻ വേണ്ടിയിട്ട് എന്തോ തോന്നൂല കേട്ടോ. രാത്രിയാണ് അധികം ആക്കൽ. ഇപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂടി നാട്ടിലുള്ളതുകൊണ്ട് അങ്ങനെ ആക്കിയതേ ഉള്ളൂ. നമ്മളധികം രാവിലെ ആക്കുന്ന ഫുഡ് രാത്രി ആക്കൂല, രാത്രി ആക്കുന്നത് രാവിലെ ആക്കൂല കേട്ടോ. മീൻസ് ഇപ്പോൾ രാവിലെ ആണെങ്കിൽ പുട്ട്, പൂരി അങ്ങനത്തെ എല്ലാം ഐറ്റംസ് രാത്രി ആക്കൂല, അത് രാവിലെ മാത്രമേ കഴിക്കൂ. പിന്നെ ഈ അരിപ്പത്തിൽ ചപ്പാത്തി അങ്ങനത്തെ എല്ലാം സംഭവങ്ങൾ രാത്രി മാത്രമേ കഴിക്കും കേട്ടോ. പിന്നെ ഇതാ രാവിലെ ആയപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ അനിയത്തിക്ക് എക്സാം വേണം കേട്ടോ. അപ്പോൾ ഓളെയും കൂടി സ്കൂളിലാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഓളെ കൂട്ടിയതാണ്. അങ്ങനെ ഓള് സ്കൂളും ആക്കിയിട്ട് നമ്മൾ നേരെ വന്നത് ടൗണിലേക്കാണ് കേട്ടോ. അപ്പോൾ എവിടെയാണെന്നൊന്നുമില്ല, അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ ഇതാ ATM ന്ന് പൈസ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, റോഡിലാണെങ്കിൽ ഭയങ്കര ബ്ലോക്ക്, വണ്ടിയൊന്നും പറിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് അങ്ങനെ പൈസ എല്ലാം എടുത്ത് പിന്നെ ഇതാ പെട്ടെന്ന് ജ്വല്ലറിൻ്റെ മുന്നിൽ നിർത്തിയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് പറഞ്ഞത് ഹസ്ബൻഡ് പറഞ്ഞ് മോൾക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ്, ബർത്ത്ഡേ അല്ലേ. അങ്ങനെ ഇതാ നമ്മൾ മലബാർ ഗോൾഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്തിയ പാട് അവിടെ ടാങ്ക് കണ്ടപ്പോൾ ടാങ്ക് എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടാങ്കും കോഫിയാണ് കൊണ്ട് തന്നിട്ടുണ്ടായത്. പിന്നെ അങ്ങനെ ടാങ്ക് കുടിച്ചു. ഈ ജ്വല്ലറി ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുടിക്കാൻ കൊണ്ടു തരുന്ന ഡ്രിങ്ക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് അല്ലേ. അതെന്താണെന്നറിയില്ല കേട്ടോ, വീട്ടിൽ നിന്ന് ആക്കിയതിനേക്കാളും വേറെ എന്തോ ഒരു പ്രത്യേകത തോന്നും. അങ്ങനെ ഇതാ കുട്ടികളുടെ സെക്ഷൻ ഇങ്ങനെ വേറെ തന്നെ ആയിട്ട് ഞാൻ ഒരു ജ്വല്ലറിയിലും കണ്ടിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ മലബാറിൻ്റെ പുതിയ ഔട്ട്ലെറ്റാണ്. ആദ്യം മലബാർ പ്ലാസ ഒക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു സൈഡിലാണ് മലബാർ ഗോൾഡ് വരുന്നത്. ഇവളെയും കൂട്ടിയിട്ട് എവിടെ വന്നാലും ഒരു പരിപാടി നടക്കില്ല കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ബോളെല്ലാം കൊടുത്തിട്ട് അവിടെ സൈഡിൽ ഒതുക്കി നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്താണെന്ന് വാങ്ങിച്ചതെന്ന് വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. മഞ്ഞു പാപ്പില്ല, അബല്ല, ആരെ നോക്കിയിട്ട് വാ. പോയാ അല്ലാ റബ്ബേ. പൊട്ടു ഇസുവിനെ കൂട്ടിയിട്ട് പോകാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് വന്നിന് കേട്ടോ. ഇസു എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മോളാണ്. അപ്പോൾ ഇതാ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഫ്രിഡ്ജിൽ ഒരു തൈര് കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുൽമാലേനും കേട്ടോ. അങ്ങനെ ഇതാ ആ ഒരു തൈര് കൊടുത്ത് പിന്നെ ഇതാ ഉറക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന് ഇപ്പോഴത്തെ മെയിൻ പണി എന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ പകുതി സമയം പോകുന്നതും ഇപ്പം ഇങ്ങനെയാണ്. ഉറക്ക് വന്നാലും ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ ഉറങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കട്ടുമ്മലി കിടത്തി പിന്നെ ഇതാ സോഫൻ്റെ കൂടെ കിടന്ന് അങ്ങനെ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഉറക്കിയിട്ടുണ്ടായത്. അപ്പോഴേക്കും ഉമ്മ ഇവിടെ പായസം ആക്കിയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി പാൽപ്പായസം. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ പാൽപ്പായസം ആക്കാത്തത്, അതുകൊണ്ട് തന്നെ പാൽപ്പായസം ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയതാണ്. ബർത്ത്ഡേ ആയിട്ട് എന്തെങ്കിലും മധുരമാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അന്നേരം സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയതാണ്. ഈ വീഡിയോ വ്ളോഗായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകും കേട്ടോ.
പിന്നെ ഇതാ രാത്രിയാണ് പിന്നെ ഞാൻ ഷൂട്ടാക്കിയിട്ടുണ്ടായത്. അപ്പോൾ രാത്രി കുളിച്ച് പുതിയ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അപ്പുറത്തുനിന്ന് എൻ്റെ അമ്മായിയും മക്കളും എല്ലാവരും വന്നിട്ടുണ്ടേനും ഗിഫ്റ്റും കൊണ്ട്. അമ്മായി എന്ന് പറയുന്നത് എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഭാര്യ. അപ്പോൾ ഇതാ ഗിഫ്റ്റ് കൊണ്ടുവന്നത് ഇങ്ങനെ മോളെന്നെ ഇങ്ങനെ ഒറ്റയ്ക്ക് പൊളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നും ഫസ്റ്റ് തൊടാൻ വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ടായിട്ടില്ല. ഫസ്റ്റ് തന്നെ ഇത് കണ്ടപ്പോൾ കേക്ക് എന്നും പറഞ്ഞിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് പൊളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സ്വന്തം പൊളിച്ചിട്ട് എല്ലാം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡയറി മിൽക്കിൻ്റെ ഫാമിലി പാക്കും പിന്നെ ഒരു എന്തേനും മറ്റേ പേടയില്ലേ അതന്നെ ആ ഒരു പേടൻ്റെ ബോക്സുമാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായത്. അപ്പോൾ ബർത്ത്ഡേ അല്ലേന്ന് വിചാരിച്ചിട്ട് വേറൊരു പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ജസ്റ്റ് വെറുതെ ഒരു നല്ല ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് പിന്നെ അങ്ങനെ കേക്ക് വാങ്ങാനോ അങ്ങനെ കട്ട് ചെയ്യാനോ ഒന്നും ഒരു പ്ലാനും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരങ്ങനെ ജസ്റ്റ് ഗിഫ്റ്റും കൊണ്ട് വന്നതാണ്. ആരോടും അങ്ങനെ ബർത്ത്ഡേ ആണ് എല്ലാവരും വരണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല കേക്ക് കട്ട് ചെയ്യാനും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഒന്നും. പിന്നെ ഈ ഒരു പാദസരം എൻ്റെ ഉമ്മ ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഷോപ്പിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നേ ഇട്ട വീഡിയോ കണ്ടു നോക്കിയാൽ മതി. തൊട്ട് മുന്നേ അല്ല അതിന് മുന്നേ ഞാൻ തോന്നുന്നത് ആ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഷോപ്പിംഗ് വീഡിയോസ് എല്ലാം. പിന്നെ എൻ്റെ മോളുടെ ഫസ്റ്റത്തെ ബർത്ത്ഡേൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും ഇൻക്ലൂഡ് ആക്കിയിട്ടൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഹസ്ബൻഡിന് തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞത് എൻ്റെ അമ്മായിൻ്റെ മോള് സ്വന്തമായിട്ട് എഴുതി വരച്ച് അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ മോളുടെ മെയിൻ ദോസ്താണ് കേട്ടോ ഐസ എന്ന് പറയുന്നത് എൻ്റെ അമ്മായിൻ്റെ മോള്. പിന്നെ ഇതാ ഉപ്പ വന്നിട്ടുണ്ട്. ഉപ്പ ഒരു 7 മണി 8 മണി അങ്ങനെയെല്ലാം ആകുമ്പോൾ കേട്ടോ ആ ദിവസവും വരല്ലേ. അങ്ങനെ ഉപ്പ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പ കൂട്ടിയിട്ട് പുറത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലായിടത്തും കണ്ട ചുറ്റും കുരിയിടാന്ന് കേട്ടോ. അവിടെയെല്ലാം സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇരുടാണ്. തീരെ നിലാവൊന്നുമില്ലാത്തൊരു ദിവസമാണെന്നാണ് തോന്നുന്നത് കാണുമ്പോൾ. പിന്നെ ഇതാ അനിയത്തിയെല്ലാം കൂടിയിട്ട് ബലൂണെല്ലാം ഊതി വീർപ്പിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം എല്ലാവരും കേക്ക് വാങ്ങുന്നെല്ലാം പറ്റും ഭയങ്കരം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. എല്ലാവരും മീൻസ് അനിയത്തി തന്നെ എല്ലാവരും കൂടിയിട്ട് ഫസ്റ്റ് നാട്ടിലുണ്ടായിട്ട് ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ എന്തായാലും കേക്ക് വാങ്ങണേന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ എനിക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ കേക്കെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇതാ എന്തായാലും ബലൂണെല്ലാം വാങ്ങിച്ച് പോയില്ലേ ഊതി വീർപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അനിയത്തി ഇരുന്ന് ബലൂൺ ഊതുന്നുണ്ട് കേട്ടോ. പിന്നെ മോക്ക് കോക്കോ മെലണ് വെച്ച് കൊടുത്തിട്ടുണ്ടേനു. എന്തെല്ലോ ഇങ്ങനെ കുറച്ച് കരച്ചിലും ഇതെല്ലാം ആയിട്ട് അങ്ങനെ കോക്കോ മെലണ് വെച്ച് കൊടുത്തതാണ് കേട്ടോ. വേറൊന്നും കാണൂല, വേറൊരു കാർട്ടൂണും കാണൂല കേട്ടോ. കോക്കോ മെലണാണ് മെയിൻ ഫേവറേറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ പിന്നെയും വേറെ ഏതെല്ലോ ചാനലിൻ്റെതെല്ലാം കാണലുണ്ട്. പിന്നെ ഇതാ ബലൂണ് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ ബേക്കിൽ നീ അങ്ങ് പോയിട്ടുണ്ട്. കാറ്റ് തിന്നാനുള്ള ഭാഗ്യം കിട്ടിയില്ല. ബോള് കിട്ടി ബോൾ എടുത്തെടുക്കാനാണ് പറയുന്നത്. പിന്നെ ഇതാ ഈ ഒരു കേക്ക് എവിടുന്നാന്ന് വെച്ചാൽ ഹസ്ബൻഡ് കൊണ്ടുവന്നതാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ കേക്കും കൊണ്ട് വന്നതാണ്. കേക്ക് സ്റ്റുഡിയോയിലെ കേക്കും പിന്നെ കേക്ക് സ്റ്റുഡിയോയിലെ പിന്നെ ഈ ഒരു ഡ്രീം കേക്ക് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്നാലും വിചാരിച്ച അത്ര ടേസ്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. നമ്മൾ വീഡിയോസിലെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ പൊട്ടിയിട്ട് ഒരു ഉള്ളിലത്തെ ഐസ്ക്രീം പോലത്തെ സംഭവമല്ലേ കാണാം 5 ലെയറായിട്ട്. പക്ഷേ ഇതങ്ങനെ പൊട്ടി വരുന്നൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ.
ഇതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്താണെന്നറിയില്ല, എനിക്ക് അത്രക്ക് അങ്ങ് ഇഷ്ടമായിട്ടില്ല. മാറ്റണം എന്ന് പറഞ്ഞാൽ അതിന് മുൻപിൽ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയധികം ആൾക്കാരെന്താണെന്ന്. ഇതാരാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ ഫാമിലിയും ഏട്ടൻ്റെ ഫാമിലിയും പിന്നെ പെങ്ങളും ഫാമിലിയും അവരെല്ലാം തന്നെയാണ്. എല്ലാവരും ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ. എല്ലാവരും വീട് എന്ന് പറഞ്ഞത് തൊട്ടടുത്തടുത്ത് തന്നെയാണ്, ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് 4 വീടും വരുന്നത്. നമ്മളെ വീടും പിന്നെ അവരെ 3 ആൾക്കാരെ വീടും. പിന്നെ ഇതാ അങ്ങനെ എല്ലാവരും വന്ന സമയത്ത് ഹസ്ബൻഡ് വരുമ്പോൾ പെട്ടെന്ന് കേക്കും കൊണ്ട് വന്നതേനു. ഡ്രീം കേക്കും അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവരും കൂടി കുറേ കളിയും ചിരിയും എല്ലാം ആയിട്ട് അങ്ങനെ സമയം പോകുന്നതേ അറിഞ്ഞിട്ടില്ല കേട്ടോ. വിചാരിക്കാത്ത ഒരു ഫങ്ഷൻ തന്നെ വേണേൽ പറയാം. ഫങ്ഷൻ എന്ന് പറയാനൊന്നുമില്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. വേറെ ആർഭാടാക്കലോ ഒന്നുമില്ല. ബലൂണെല്ലാം ഊതി വീർപ്പിച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി എല്ലാം എടുത്ത് കളിക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് ഇങ്ങനെ ഫുള്ള് നട്ട്സെല്ലുള്ള ആ ഒരു ടൈപ്പ് കേക്കാണ് കേട്ടോ. പിന്നെ ഇതാ ഡ്രീം കേക്ക് ഉണ്ടല്ലോ, അതിൻ്റെ കോലം എന്ന് പറയുന്നത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. മോളിങ്ങനെ സ്പൂണെല്ലാം ഇട്ട് കുത്തിയിട്ട് അങ്ങനെ ആക്കിയതാണ്. പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്യലും തിന്നലും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഗിഫ്റ്റ് അൺബോക്സിങ് ആണ്. ഈ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ വീഡിയോ ആക്കാനും ഷൂട്ട് ചെയ്യുന്ന ടൈം വിചാരിച്ചത്. പിന്നെ വിചാരിച്ചു എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റ വീഡിയോ തന്നെ ആക്കാം, വേറെ തന്നെ ഒരു കണ്ടന്റൊന്നും ആക്കി മാറ്റണ്ടാന്ന്. പിന്നെ ഈ ഒരു റിങ് കണ്ട, ഈ ഒരു റിങ് എൻ്റെ അനിയത്തി വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്വന്തമായിട്ട് ഏൺ ചെയ്തിട്ടുണ്ടാക്കിയ പൈസക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. മാഷാ അല്ലാ. ഞാൻ പ്രതീക്ഷിക്കുന്നത് എൻ്റെ ബർത്ത്ഡേ ഒക്ടോബർ 31 ബട്ടർഫ്ലൈ ഉണ്ടെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഗിഫ്റ്റ്. ഒരു അടിപൊളി ഗിഫ്റ്റാണ്. ഇത് ആരാ കൊടുത്തതെന്ന് അറിയില്ല. ഇത് അൺബോക്സ് ചെയ്യുകയാണ്. ഒരു ഗിഫ്റ്റ് പറഞ്ഞാൽ മറിയുടെ കാലിനാ ഉള്ളത്. മലബാർ ജ്വല്ലറിയുടെ അതിമനോഹരമായ ഒരു ഗിഫ്റ്റ്. ബ്യൂട്ടിഫുൾ. തലതിന്നിട്ടാ ഉള്ളത്. തലതിന്ന് അതിമനോഹരമായ ഒരു നീല പൂമ്പാറ്റ. അതിമനോഹരമായ ഒരു നീല പൂമ്പാറ്റ. പിന്നെ ഈ ഒരു ബ്ലൂ റിങ് ഉണ്ട്, ബ്ലൂ ബട്ടർഫ്ലൈ വരുന്നത്, അതാണ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായത്. ഫസ്റ്റ് ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ഞങ്ങൾ മലബാർ ഗോൾഡിൽ നിന്ന് വാങ്ങിക്കുന്നത് കണ്ടിട്ടില്ലേ, അത് ഈ ഒരു റിങ്ങാണ്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. അവിടെ നല്ല നല്ല അടിപൊളി കളക്ഷൻസ് എല്ലാം ഉണ്ട് കുട്ടികളത്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച റിങ്ങാണിത്.
പിന്നെ റിങ്ങൊന്നും എന്തായാലും വിട്ടു കൊടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. പിന്നെ ഒരു പൂതിക്ക് അങ്ങനെ വാങ്ങിക്കൊടുത്തതാണ്. റിങ് ആകുമ്പോൾ പെട്ടെന്ന് ഊരിയിട്ട് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പിന്നെ കളഞ്ഞ് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതാണെങ്കിൽ കുറച്ച് ലൂസുമാണ്, അവിടെ അതിലും ചെറിയ സൈസ് ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ അനിയത്തി വാങ്ങിക്കൊടുത്ത റിങ് നല്ല കറക്റ്റ് സൈസാണ്. എന്നാലും കുറച്ച് കഷ്ടപ്പെട്ടിട്ടെല്ലാം മോളത് ഊരിയിട്ട് അവിടെ ഇവിടെയും വെക്കുന്ന കണ്ടിട്ട് പിന്നെ അതും അങ്ങ് ഊരി വെച്ചിട്ടുണ്ടേനു. പിന്നെ ഇതാ ഈയൊരു 2 ബോക്സ് കണ്ട, ഈയൊരു ഡാർക്ക് ബ്ലൂവും വയലറ്റും, അത് രണ്ടും എൻ്റെ ഏറ്റവും ഇളയ അനിയത്തി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ എൻ്റെ ഉപ്പാൻ്റെ പെങ്ങളാണ്, ഉപ്പാൻ്റെ അനിയത്തി. അപ്പോൾ ആരും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യുന്ന കാണാനായിട്ട് അങ്ങനെ ആ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എന്താണ് കുറേ ഇതെല്ലാം നടത്തിയിട്ടാണ് കേട്ടോ പൊളിക്കുന്നത്. ആദ്യം ഫോട്ടോ ഫ്രെയിമാണ്, എല്ലാവരും ഗസ് ചെയ്ത് എല്ലാവരും ഫോട്ടോ ഫ്രെയിമാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായത്. ഫോട്ടോ ഫ്രെയിമാണെന്നുള്ള രീതിക്കെല്ലാം എല്ലാം പൊളിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാത്തവർക്ക് ഗിഫ്റ്റ് പൊളിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ. ഇപ്പം നമുക്കെല്ലാവർക്കും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയുന്നതുകൊണ്ട് അങ്ങനെ ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇവർക്കൊന്നും അറിയില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഇതിൽ കുറച്ച് ഹെയർ ആക്സസറീസ് എല്ലാമാണ്, ഹെയർ ക്ലിപ്പും ഹെയർ ബാൻഡും എല്ലാം ഓൾ തന്നെ സെലക്ട് ചെയ്തിട്ട് അങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും എൻ്റെ മോൾ അങ്ങനെ ഇടുന്ന സംഭവമൊന്നുമല്ല, ഹെയർ ബാൻഡൊന്നും തലയിൽ വെക്കലേ ഇല്ല. പിന്നെ ക്ലിപ്പെല്ലാം ഇപ്പോൾ അടുത്തടുത്തായിട്ട് അങ്ങനെ കുറച്ച് സമയമെല്ലാം ഇടും കേട്ടോ. എവിടെയെങ്കിലും പോയെങ്കിൽ ഒരു അരമണിക്കൂർ തലയിലുണ്ടാവും, പിന്നെ അതെല്ലാം അങ്ങ് ഊരിക്കളയും. അപ്പോൾ എന്നാലും ഞാൻ ഇടയ്ക്കെല്ലാം എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു പൂതിക്ക് വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കും കേട്ടോ. ഇപ്പോഴത്തെ മെയിൻ പണി എന്ന് പറയുന്നത് എല്ലാം ഊരുന്ന മാത്രമല്ല, ഊരിക്കഴിഞ്ഞിട്ട് അത് പൊട്ടിച്ചെടുക്കുകയും ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നില്ല കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ക്ലിപ്പെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കുത്തി കൊടുത്തിട്ട് അത് ഊരിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ പരിപ്പിളക്കലാണ് ഇപ്പോഴത്തെ മെയിൻ പണി. പിന്നെ ഇതാ ഉന്നാനെ പൊളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ഞാൻ തന്നെ എല്ലാം പൊളിക്കൽ ശരിയില്ലല്ലോ, ആക്കിയാൾ തന്നെ പൊളിക്കുമെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി പറഞ്ഞ് ഞാൻ തന്നെ പാക്ക് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ പൊളിക്കാൻ വേണ്ടി തോന്നൂലെന്ന്. അങ്ങനെ ഇതാ രണ്ടാളും കൂടിയിട്ട് അങ്ങനെ പൊളിക്കുന്നുണ്ട്. അടുത്ത ബോക്സ് ഈ ഒരു ബോക്സും ഓൾ തന്നെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഉമ്മയും അനിയത്തിയും എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങി കേട്ടാ, എനിക്കും എന്തെങ്കിലും കൊടുക്കണോ ഞാനും കൊടുക്കുമെന്നെല്ലാം. അങ്ങനെ ഇതാ ഈ ഒരു ബോക്സിൽ ഈ ഡ്രസ്സാണ്. ഈ ഡ്രസ്സ് ഞാനും ഉമ്മയെല്ലാം പോയിട്ട് സെലക്ട് ചെയ്തിട്ട് വാങ്ങിച്ചതേനും കേട്ടോ. ഓക്കെ സ്കൂളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് പോയിട്ട് വാങ്ങിക്കാനോ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായത്. പിന്നെ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കിട്ടൂല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ 3-4 ടീഷർട്ടും പിന്നെ ഒരു സ്കേർട്ടും അങ്ങനെ എന്തെല്ലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഡ്രസ്സെല്ലാം കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഈ ഒരു ഡ്രസ്സും ഈ ഒരു ആക്സസറീസും എല്ലാം ഏകദേശം മാച്ചാക്കിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഡ്രസ്സിന് മാച്ചാക്കിയിട്ടുള്ള ക്ലിപ്പും ഹെയർ ബാൻഡും അങ്ങനെയെല്ലാം കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഈ ഒരു സ്കേർട്ട് കണ്ട, അതിൽ ആ പൂച്ചൻ്റെ തലയുള്ളതുകൊണ്ട് മാത്രം വാങ്ങിച്ചതാണ്. മാവൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങേണ്ടി വന്നൊരു സ്കേർട്ടാണ് കേട്ടോ. അത് ഈ ഒരു പൂച്ച അല്ലെങ്കിൽ ബട്ടർഫ്ലൈ ഇതിനെല്ലാം ഇവിടെ എന്തിൻ്റെ മേലെ കണ്ടാലും അതെല്ലാം എൻ്റെ മോൾക്ക് വേണ്ടി വരും കേട്ടോ. വേണ്ടി വരും അങ്ങനെ വലിയ വാശിയൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പറയുന്ന കണ്ടാൽ പിന്നെ വാങ്ങിച്ച് കൊടുത്തു പോകും. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ എല്ലാം ഇത് കാണുമ്പോൾ. കുട്ടികൾക്ക് പൊതുവെ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതാ ഈ ഒരു ബോക്സ് എൻ്റെ അമ്മായി കൊണ്ടുവന്നതേനു. അപ്പോൾ എല്ലാവരും പേടയെല്ലാം എടുത്ത് കഴിച്ചു. പിന്നെ ഇതാ ഇങ്ങനെ വേറെ വലിയ പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാവരും അങ്ങനെ പോയിട്ടുണ്ടായിന്, ആരും ഫുഡ് കഴിക്കാനൊന്നും നിന്നിട്ടുണ്ടായില്ല. പിന്നെ ഇതാ നമ്മൾ ഫുഡിനുണ്ടായത് ചിക്കൻ ചില്ലി കൊണ്ടാട്ടം പിന്നെ മട്ടൻ ബിരിയാണിയേനു. പിന്നെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിന്, വേറെ കാര്യമായിട്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ലേനു. അപ്പോൾ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.